അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സോ നമുക്കിന്ന് 2 ചോദ്യങ്ങളാണ് യൂണിവേഴ്സിനോട് ചോദിക്കാനുള്ളത്. നമുക്ക് 2 കാർഡ് എടുത്തിട്ട് ആ 2 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതിനുള്ള ഉത്തരം യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചോദിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ ചോദ്യം, നിങ്ങളെ വല്ലാതെ ഒരു കഷ്ടപ്പെടുത്തുന്നൊരു കാര്യം, അതിൻ്റെ വരാൻ പോകുന്ന സത്യങ്ങൾ, വളരെ റീസെൻ്റായിട്ട് നടക്കാൻ പോകുന്ന സത്യങ്ങൾ എന്താണെന്നും, രണ്ടാമത്തെ കാർഡിലൂടെ ചോദിക്കുന്നത് വെച്ചാൽ എങ്ങനെ ഈ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കി പുതിയൊരു പാത തുറപ്പിക്കാമെന്നുള്ളതുമാണ്. അപ്പോൾ നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു 2 കാർഡ് എടുത്ത് വെച്ചിട്ട് ഈ ചോദ്യങ്ങൾ ആ കാർഡ് വഴി എങ്ങനെ അതിനുള്ള ഉത്തരം പറയാൻ പറ്റും നോക്കാം. 2 കാർഡ് ഞാൻ ചൂസ് ചെയ്യാണ്. ആദ്യത്തെ കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ 2 കാർഡിൽ 2 ഉത്തരങ്ങളാണ് നമുക്ക് ലൈഫിൽ തരാൻ പോകുന്നത്. ആദ്യത്തെ കാർഡ് ദ ഡെത്താണ്. രണ്ടാമത്തെ കാർഡ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കാർഡ് വരുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഡെത്ത് എന്ന് കേട്ടിട്ട് നിങ്ങൾ ആരും പാനിക്കാവേണ്ട ആവശ്യമില്ല. ഡെത്ത് എന്ന് യഥാർത്ഥത്തിൽ ഒരു അവസാനത്തിൻ്റെ ആരംഭം എന്നാണ് ഇത് കാണിക്കുന്നത്. ആക്ച്വലി ഇത് ഭൗതികമായിട്ടുള്ളൊരു മരണമോ ഒന്നുമല്ല, പകരം ജീവിതത്തിലെ ഒരു പുതിയ സ്റ്റേജ്, ഒരു ഘട്ടം തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഡെത്ത് എന്നുള്ളൊരു കാർഡ് കാണിക്കുന്ന സന്ദേശം. അപ്പോൾ ഈ കാർഡ് ആക്ച്വലി ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഇതിന് കുറേ കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ പുതിയൊരു പുനരുജ്ജീവനം, ഒരു റീബർത്ത് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഏതോ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, നിങ്ങളുടെ എന്തോ ഒരു കാര്യത്തിൻ്റെ പുതിയതായിട്ട് അവിടെ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ പഴയ കുറേ നിങ്ങൾക്ക് വേണ്ടാത്ത, നിങ്ങൾ വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വ്യക്തി എന്നുള്ളതൊരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അകന്നുപോയ നിങ്ങളുടെ പല റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പല കാരണം കൊണ്ട് അകന്നുപോയ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ പുതിയൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ പോവുകയാണ് ഇത് കൂടെ. അപ്പോൾ നിങ്ങളിവിടെ അർജൻറ്റായിട്ട് നിങ്ങൾ മാറ്റേണ്ട മെയിനായിട്ടുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ നിങ്ങൾ ചേഞ്ചസ് ഫേസ് ചെയ്യാൻ റെഡി ആവുക. നിങ്ങൾ ചേഞ്ചസ് മസ്റ്റായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യണം. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. നിങ്ങൾ എവിടെയോ സ്റ്റക്കായി എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾ ഫസ്റ്റായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുക. കുറേ കാര്യം നിങ്ങളോട് ബ്രേക്ക് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. പിന്നെ പഴയതിൽ നിന്നും പഴയ കാര്യങ്ങളിലും പഴയ ഓർമ്മകളിലും ഒക്കെ പിടിച്ചു നിൽക്കാതിരിക്കുക. അതൊക്കെ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന മൈൻഡിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ കളഞ്ഞിട്ട് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് ഈ പുതിയ ചേഞ്ചസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മെസ്സേജ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ടൈം വളരെ നല്ലൊരു സ്റ്റേജിലായിട്ട് നിങ്ങളെ മാറ്റുന്ന ഒരു ടൈമാണ്. സോ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുക, പല സ്വഭാവങ്ങളും മാറ്റം വരുത്തുക. രാവിലെയൊക്കെ എണീറ്റ് നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാക്കി വയ്ക്കുക. പഴയ നെഗറ്റീവായിട്ടുള്ള പല തോട്ട്സ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയമാണിത്. സോ വളരെ നല്ലൊരു ടൈമാണ്. നിങ്ങൾ ഏത് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നില്ലായാലും, അത് ബിസിനസ് ആയാലും പുതിയ ജോലി ആയാലും പുതിയ റിലേഷൻഷിപ്പ് ആയാലും എല്ലാത്തിനും വളരെ നല്ലൊരു ടൈമായിട്ടാണ് മെസ്സേജ് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാർഡ് എടുക്കുന്നതിനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് മാറി എങ്ങനെ ഒരു പുതിയ പാത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളതായിരുന്നു. അതിനുള്ളൊരു ചോദ്യമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ കാർഡിലൂടെ. അപ്പോൾ അതിലെന്താ പറഞ്ഞു വെച്ചാൽ നൈറ്റ് ഓഫ് കപ്സ് എന്നുള്ള കാർഡാണ് വന്നത്. അത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറഞ്ഞു വെച്ചാൽ പ്രണയം ഒരു ഫാക്ടറായിട്ട് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ പുതിയതായിട്ടൊരു വല്ലാതൊരു പ്രണയത്തിൻ്റെ ചില മൊമെൻറ്റ്സ് ലൈഫിൽ നന്നായിട്ട് കാണുന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. അതായത് ഈ നമ്മൾ കാണുന്ന ഇതിൻ്റെ ഒരു ചിത്രമുണ്ടല്ലോ നൈറ്റ് ഓഫ് കപ്സിൻ്റെ, അതിൽ തന്നെ ആ നായകൻ തൻ്റെ കപ്പിനെ സ്നേഹ സന്ദേശവുമായിട്ടുള്ളൊരു കപ്പാണത്. അത് കയ്യിൽ പിടിച്ച് ശാന്തമായി കുതിരപ്പുറത്തൊരു യാത്ര ചെയ്യുന്ന ഒരു ചിത്രമാണിത്. സോ ഇത് കാണിക്കുന്നത് വെച്ചാൽ ഇമോഷണലുകൾ കൊണ്ട് നയിക്കപ്പെടുന്നൊരു വ്യക്തിയാണ്. സോ നിങ്ങൾ ഇവിടെ കുറേ നല്ല നല്ല ഇമോഷൻസ് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങളിലോട്ട്. അത് നല്ലൊരു പ്രേമബന്ധമാവാം, പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പങ്കാളിയുടെ വരവുണ്ട് ഇവിടെ. പിന്നെ ഇമോഷണൽ കണക്ഷൻസ് നിങ്ങൾ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സൗഹൃദം അത് പ്രണയത്തിലോട്ട് മാറി നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ലൈഫിൽ മാറുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ നല്ലൊരു ഓഫർ, നിങ്ങൾ ജോലിപരമായിട്ട് പറയുന്ന നല്ലൊരു ഓഫർ, നല്ലൊരു പ്രൊജക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അത് ആർട്ട്പരമായിട്ടുള്ള ഒരു വേ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു മനസ്സിന് നിങ്ങൾ ശാന്തിയിലേക്ക്, നിങ്ങൾ മുമ്പ് ഇന്നുമില്ലാത്ത ഈ ഡിസ്റ്റർബൻസ് എല്ലാം ഒഴിഞ്ഞ് നല്ലൊരു സമാധാനമായിട്ടുള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫിലോട്ട് നിങ്ങൾ ഒരു കാലെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്നേഹവും കരുണയും ഒക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഓഫ് ലവ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ നന്നായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറ്റിയിട്ട് നിങ്ങളിപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്ത് അത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് രണ്ടാമത്തെ കാർഡ് പറയുന്നത്. അപ്പോൾ
അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കൂടുതൽ നമുക്ക് ഇതുപോലത്തെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് നിങ്ങൾക്ക് തരാൻ പറ്റും. ലൈഫിൽ പല കാര്യങ്ങളും നമുക്ക് ഈ റീഡിങ്ങിലൂടെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ സ്റ്റെപ്പ് ലൈഫിൽ ഫ്യൂച്ചറിലോട്ട് എടുക്കണം എന്നുള്ളത്. സോ സപ്പോർട്ട്.